കമ്മ്യൂണിസം ഒരു ശാസ്ത്രമാണ്. ലോകത്തിൽ ആർക്കും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല. അതൊരു സയൻസാണ്, ശാസ്ത്രം. എന്താ സയൻസ്? ഈ രാജ്യത്ത് എന്നും ശാശ്വതമായി നിൽക്കുന്ന ഒരു വ്യവസ്ഥയില്ല. ആ വ്യവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ തൊഴിലാളി വർഗവും കൃഷിക്കാരും അധ്വാനിക്കുന്നവരും പോരാടി മുമ്പോട്ടേക്ക് വരികയും അവനെ ചൂഷണരഹിതമായൊരു വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിലേക്കും അവൻ അധ്വാനിച്ചാൽ അവൻ അവകാശം നേടിയെടുക്കുന്നതിലേക്കും മുന്നോട്ട് തന്നെ മാറുകയും ഈ ശാസ്ത്രമാണ്. പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ KP കുഞ്ഞികൃഷ്ണൻ, കയറണം. ജനനായകൻ സഖ VK നായനാർ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടിലേക്ക് 21 വർഷം തികയുകയാണ്. 2004 ഏപ്രിൽ 25-ന് ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ ചികിത്സക്ക് പോകുമ്പോൾ നായനാരുടെ യാത്രാമൊഴി ഏവരെയും ഓർമ്മപ്പെടുത്തുന്ന അനുഭവമാണ്. ഒടുവിൽ 2004 മെയ് 19-ന് വൈകിട്ട് നായനാർ നമ്മെ വിട്ടുപിരിഞ്ഞു. കേരളത്തിൻ്റെ ജനനായകൻ, സ്വാതന്ത്ര്യ സമര സേനാനി, പട്ടിണിക്കാരുടെ വിമോചന നായകൻ, അതുല്യനായ മനുഷ്യസ്നേഹി, സർവാദരണീയനായ രാഷ്ട്രീയ നേതാവ്, ജനാവലിയെ ഇളക്കിമറിക്കുന്ന പ്രാസംഗികൻ, കിടയറ്റ ഭരണാധികാരി, മാർക്സ് മുറുകെ പിടിക്കുന്ന ആദർശശാലി, അസാമാന്യ ധൈര്യശാലി, ആരുടെയും മുഖം നോക്കാതെ പറയുവാനും തുറന്നടിക്കുവാനുള്ള ആർജവം, ഉരുളക്കുപ്പേരി മറുപടി കൊടുത്ത് പ്രതിയോഗിയെ നിശബ്ദനാക്കുവാനുള്ള വാചാലത, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത കടുംപിടുത്തക്കാരൻ, പ്രതിസന്ധികളിൽ പതറാത്ത കർമ്മയോഗി, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ധർമ്മ കുശലൻ, പാർട്ടി എന്നത് സർവസ്വവും ജനവികാരം സ്വന്തം വികാരമാക്കി മാറ്റിയ മനുഷ്യസ്നേഹി, പൊട്ടിച്ചിരിക്കാനും പൊട്ടിക്കരയാനും കഴിയുന്ന പച്ച മനുഷ്യൻ, അതായിരുന്നു ഏറുംപാല കൃഷ്ണൻ എന്ന EK നായനാർ. ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം പാസാക്കിയതിന്റെ ഭാഗമായി 1930 ജനുവരി 26-ന് രാജ്യത്താകെ കോൺഗ്രസ് പതാക ഉയർത്തുവാൻ തീരുമാനമെടുത്തു. KPR ഗോപാലിന്റെ നേതൃത്വത്തിൽ കല്യാശ്ശേരിയിൽ പതാക ഉയർത്താൻ നടത്തുമ്പോൾ 11 വയസ്സുകാരനായ നായനാർ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ഗാന്ധി തൊപ്പി ധരിച്ച് പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുത്തു. പിന്നിട്ട വഴികൾ എന്ന പുസ്തകത്തിൽ സഖാവ് നായനാർ രേഖപ്പെടുത്തിയത്, പതാക മന്ദമന്ദമുയർന്ന് നീലാകാശത്തിൽ പാറിപ്പറന്നപ്പോൾ എൻ്റെ ഹൃദയം അഭിമാനം കൊണ്ട് വിജൃംഭിച്ചു. ഞാൻ ദൃഢസ്വരത്തിൽ പ്രതിജ്ഞ ചൊല്ലി. അടുത്ത ദിവസം ഗാന്ധി തൊപ്പി ധരിച്ച് സ്കൂളിൽ പോയി. കുട്ടികൾ എന്നെ തുറിച്ചു നോക്കി, ചിലർ പരിഹസിച്ചു. എങ്കിലും ഞാൻ അഭിമാനത്തോടെ ക്ലാസ്സിലിരുന്നു. കതർ തൊപ്പി വെക്കുന്നത് ബ്രിട്ടീഷുകാരോടുള്ള വെല്ലുവിളിയായിട്ടാണ് കരുതിയത്. ചില കുട്ടികൾ ചോദിച്ചു, എന്തിനായി ഈ തൊപ്പിയിടുന്നത്? ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, ഞാൻ സ്കൂളിൽ നേതാവാണ്. എന്നാൽ വീട്ടിനടുത്തെത്തിയപ്പോൾ തൊപ്പി മടക്കി പുസ്തകത്തിൽ ഒളിച്ചു വെച്ചു. 1930 ഏപ്രിൽ അവധിക്ക് സ്കൂൾ അടച്ച സമയം എൻ്റെ ജ്യേഷ്ഠൻ നാരായണനും KPR ഗോപാലനും ഒരിടത്തിരുന്ന് കുശുകുശുക്കുന്നത് ഞാൻ കണ്ടു. എന്താണെന്നറിയാൻ അടുത്തുപോയി. KPR പറഞ്ഞു, കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ട് നിന്നും പയ്യന്നൂരിലേക്ക് ഒരു ജാഥ നയിക്കുന്നുണ്ട്. ജാഥയ്ക്ക് കല്യാശ്ശേരിയിൽ സ്വീകരണം കൊടുക്കണം. ജാഥയുടെ സ്വീകരണത്തിനായി കുട്ടികളായ ഞങ്ങളും ഓടി നടന്നു. ജാഥ കല്യാശ്ശേരിയിലെത്തി. കേളപ്പൻ ഏറ്റവും മുന്നിൽ, KP ഗോപാലൻ, കേരളീയൻ, മയാരത്ത് ശങ്കരൻ, KT കുഞ്ഞിരാമൻ നമ്പ്യാർ, പിന്നെയും നിരവധി പേർ. ജാഥയിൽ തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു ചെറുപ്പക്കാരൻ ഉച്ചത്തിൽ പാട്ടുപാടുന്നു. അയാൾ എൻ്റെ ശ്രദ്ധ പ്രത്യേകം പിടിച്ചുപറ്റി. ഞാൻ KPRനോട് ചോദിച്ചു, ആരാണ് ആ പാടുന്നത്? അതാണ് P. കൃഷ്ണപിള്ള. കൃഷ്ണപിള്ളയെ ആദ്യമായി കാണുകയാണ്. കാലം കടന്നുപോയപ്പോൾ നേതാവും അനുയായിയും എന്ന നിലയിൽ ഞങ്ങൾ വളരെ അടുത്ത സഖാക്കളും സുഹൃത്തുക്കളുമായി. ഇന്നും ആവേശം കൊണ്ട് തിളങ്ങുന്ന കണ്ണുകളും മുഖവും ഉറച്ച തീരുമാനങ്ങൾ ശാന്തമായി പറയുന്ന മധുരശബ്ദവും മനസ്സിൽ മുഴങ്ങാറുണ്ട്. മനസ്സിൽ സംഘർഷങ്ങൾ ഉയരുമ്പോൾ ഞാൻ സഖാവിനെ ഓർമ്മിക്കും. ആദ്യമായി MLA ആയപ്പോൾ, മുഖ്യമന്ത്രിയായപ്പോൾ എല്ലാം ജീവിത തിരക്കിൽ കാറിൽ ചാരിക്കിടന്ന് മയങ്ങുന്ന യാത്രക്കിടയിലും കൃഷ്ണപിള്ളയുടെ ശബ്ദം കാതുകളിൽ മുഴങ്ങുന്നത് പോലെ തോന്നും. സഖാവെ, നമുക്ക് എല്ലാവരും തുല്യരാണ്. മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും എനിക്ക് IAS-കാരനെയും 4ാം തരം വരെ പഠിച്ച തൂപ്പുകാരനെയും സമഭാവനയോടെ കാണാൻ കഴിഞ്ഞിരുന്നു. ഈ മനോഭാവം എന്നിലുണ്ടാക്കിയത് സഖാവ് കൃഷ്ണപിള്ളയാണ്. ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലും പ്രസിദ്ധമായ 6 വൺ സമരത്തിലും സഖാവ് നായനാർ സജീവമായി പങ്കെടുത്തു. സമരസമിതി സെക്രട്ടറി സഖാവ് നായനാരായിരുന്നു. നായനാരുടെ 8.5 പതിറ്റാണ്ട് നീണ്ടുനിന്ന ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒളിവിലും തെളിവിലുമായി നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രവർത്തനം, 5 വർഷത്തെ ജയിൽ ജീവിതം, നിരവധി വർഷക്കാലം ഒളിവിൽ, 11 വർഷം പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, 3 തവണകളിലായി 11 വർഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി, 11 വർഷം 4010 ദിവസം. കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലും സംസ്ഥാനത്തിന്റെ വികസനത്തിലും ഒട്ടനവധി മഹത്തായ സംഭാവനകൾ നൽകിയ ഭരണകാലം. മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളിക്ക് രാജ്യത്താദ്യമായി പെൻഷൻ പ്രഖ്യാപിച്ചു.
അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി ജനകീയ ആസൂത്രണം, സമ്പൂർണ്ണ സാക്ഷരത, നിരവധി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, എല്ലാ പഞ്ചായത്തിലും ഹൈസ്കൂളുകൾ, ഇതെല്ലാം നായനാരുടെ ഭരണകാലത്തെ നേട്ടങ്ങളാണ്. കല്യാശ്ശേരിയിൽ എം ഗോവിന്ദൻ നമ്പ്യാരുടെയും ഏറുംപാല നാരായണയമ്മയുടെയും മകനായി 1918 ഡിസംബർ 9 സഖാവ് നായനാർ ജനിച്ചത്. ഭൂപ്രഭുത്വം ആഢ്യതയായി കൊണ്ടു നടക്കുന്ന ഏറുംപാല തറവാട്ടിൽ നിന്നും സമരത്തിച്ചുള്ളിയിൽ എടുത്തു ചാടുവാൻ നായനാർക്ക് ധൈര്യം പകർന്നത് കല്യാശ്ശേരിയുടെ രാഷ്ട്രീയ പാരമ്പര്യം തന്നെയാണ്. കല്യാശ്ശേരി സ്കൂളിനോട് ചേർന്ന റോഡിന്റെ അടുത്ത് പഴമയുടെ അടയാളമായി ഒരു അരയാൽ മരമുണ്ട്. കല്യാശ്ശേരിയുടെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രമായ ശ്രീകർഷൻ വായനശാല ഈ മരത്തിന് പിറകിലുള്ള പേടികയുടെ മുറിയിലായിരുന്നു. കൃഷ്ണപ്രയുടെ നിർദ്ദേശപ്രകാരം ചിറക്കൽ താലൂക്ക് ബാലസംഘം രൂപീകരിക്കാൻ 1938 ഒരു കൂട്ടം കുട്ടികളുടെ യോഗം ചേർന്നത് ഇവിടെയാണ്. ഈ യോഗത്തിൽ വെച്ചാണ് സഖാവ് നായനാർ സംഘത്തിന്റെ പ്രസിഡന്റായും PK കുഞ്ഞനന്ദൻ നായർ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടത്. ആറോണമിൽ സമരവുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ ജയിൽവാസം, 6 മാസത്തെ ജയിൽ ശിക്ഷ. തുടർന്ന് 1940 സെപ്റ്റംബർ 15 മുറാഴ സംഭവത്തിൽ പങ്കുണ്ട്. ഒളിവ് ജീവിതം. നായനാരെ പിടികിട്ടാത്തതുകൊണ്ട് പോലീസ് നാട്ടിലില്ലായിരുന്ന നായനാരുടെ ജ്യേഷ്ഠൻ നാരായണനെ കേസിൽ പ്രതിയേർത്ത് ജീവപര്യന്തം ശിക്ഷയും ലഭിച്ചു. വടക്കൻ മേഖലയായ ചീമേനി ഭാഗത്തൊളിവിൽ കഴിയുമ്പോഴാണ് കയ്യൂർ സമരം നടന്നത്. കയ്യൂർ കേസിൽ നായനാർ 3-ാം പ്രതിയായി. നിരവധി മാസക്കാലം നായനാർ വനങ്ങളിൽ കഴിച്ചുകൂട്ടി. കന്നുകാലികളെ മേയ്ക്കാൻ വരുന്ന കുട്ടികൾ എത്തിക്കുന്ന ഭക്ഷണം മാത്രം, ഒരു സെറ്റ് ഡ്രസ്സും 2 കെട്ട് ബീഡിയും, പിന്നെ സമ്പാദ്യമെന്ന് പറയാൻ ആരുടെ മുന്നിലും തലവനിക്കാത്ത ആത്മധൈര്യം. കൂടെയുണ്ടായിരുന്ന പലരും പോലീസ് പിടിയിലായി. നായനാരെ മാത്രം പിടികിട്ടിയില്ല. നായനാരെ പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കി. എളേരിക്കുന്നിൽ വെച്ച് സഖാവ് നായനാരെ കണ്ട കയ്യൂർ കേസിൽ തൂക്കിലേറ്റപ്പെട്ട പൊടാര കുഞ്ഞമ്മ നായരുടെ സഹോദരനായ കുഞ്ഞിരാമൻ നായർ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: എളേരിക്കുന്ന് എപ്പോഴും പോലീസിന്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. മുൾപടർപ്പുകളിലും മുളങ്കാട്ടിലും ഞാനും സഖാവ് നായനാരും അന്തി ഉറങ്ങിയിട്ടുണ്ട്. പാറപ്പുറം പൂമെത്തയാക്കി. ഒരിക്കൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ഉഗ്രൻ വിഷപ്പാമ്പ് നായനാരുടെ ദേഹത്തു കൂടി ഇഴഞ്ഞു നീങ്ങുന്നത് ഞാൻ കണ്ടുവെങ്കിലും ശബ്ദമുണ്ടാക്കിയില്ല. എൻ്റെ ശബ്ദം കേട്ട് നായനാണ് ഉണർന്നാലും പാമ്പും തോറ്റിരിക്കണം ആ ആത്മധൈര്യത്തിന് മുന്നിൽ. അത് കാട്ടിലേക്ക് ഇഴഞ്ഞുപോയി. പോലീസിനെ കാണുമ്പോൾ നാട്ടുകാരും കുട്ടികളും കൂക്കി വിളിച്ച് സിഗ്നൽ തരും. അങ്ങനെ എത്ര പേർ ഞങ്ങൾക്ക് താങ്ങും തണലുമായി. കാട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ മറക്കരുതെന്ന് വീട്ടുകാരെ ഓർമ്മിപ്പിച്ച് ഗൃഹനാഥന്മാർ. വർഷമേറെ കഴിഞ്ഞു. അന്ന് സഖാവ് നായനാർ അവിടെ നിന്നും യാത്ര തിരിക്കുമ്പോൾ പറഞ്ഞു, അധ്വാനിക്കുന്നവന് അധികാരം ലഭിക്കുമെന്നും അന്ന് ഞാൻ ഈ നാട്ടിൽ തിരിച്ചു വരുമെന്നും പറഞ്ഞു. നായനാർ ആ വാക്ക് പാലിച്ചു. 1981 നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രി സഖാവ് നായനാരെ കാണാൻ. ആവശ്യം നാടിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി. 2-ാം ക്ലാസ് മാത്രം പഠിച്ച എനിക്ക് എൻ്റെ നാടിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി ഒരു സ്വപ്നമായിരുന്നു. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത് തൂക്കിലേറ്റപ്പെട്ട എൻ്റെ സഹോദരൻ്റെ പേരിൽ സ്വന്തം വീട്ടിൽ സഹോദര ഗ്രന്ഥാലയം എന്ന പേരിൽ ഒരു ഗ്രന്ഥാലയം രൂപീകരിച്ച് നാട്ടുകാർക്കായി നടത്തുന്നുണ്ട്. എളേരിത്തട്ടിൽ ഒരു കോളേജ് അനുവദിക്കണമെന്നാവശ്യമായാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടത്. അന്ന് സഖാവ് നായനാർ എളേരിക്കുന്നിറങ്ങിപ്പോകുമ്പോൾ നാട്ടുകാർ എല്ലാവരും കരഞ്ഞിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ നായനാരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഒളിവുകാലത്തെ ഓർമ്മകൾ ഞാൻ ആ കണ്ണുകളിൽ കണ്ടു. ആ മിഴുനീരിന് അഗ്നിജ്വാലയുടെ തേജസ്സുണ്ടായിരുന്നു. കോളേജ് അനുവദിച്ചു തന്നു എന്ന് മാത്രമല്ല, സഖാവ് നായനാർ അതിന്റെ ശിലാസ്ഥാപനത്തിൽ പങ്കെടുക്കാനും സമ്മതിച്ചു. സഖാവ് നായനാരെ പോലീസുകാർ വേട്ടയാടാനായി തമ്പടിച്ച അതേ കുന്നിൽ പോലീസിന്റെ അകമ്പടിയോടുകൂടി സഖാവ് നായനാരെത്തി നാട്ടുകാരുടെ നായനാരായി. സഖാവിന്റെ ആത്മകഥയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: നേരം ഇരുട്ടിത്തുടങ്ങി എങ്ങോട്ട് പോകണമെന്ന് ഒരെത്തും പിടിയുമില്ല, കൂട്ടിനാരുമില്ല. വനത്തിലൂടെ ഇങ്ങനെ എത്ര ദൂരം നടക്കും, പക്ഷേ വെച്ചകാൽ പിന്നോട്ടില്ല എന്ന ദൃഢനിശ്ചയത്തോടെ നടന്നു. ദിവസങ്ങൾ കടന്നുപോയതറിഞ്ഞില്ല. ഏകാന്തബാധികനായി നടന്നു. ആ ദിവസങ്ങളിൽ ആകാശത്തിന് താഴെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു എന്ന് പറയുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. കാട്ടിലൂടെയുള്ള ഇതിൽ തുടക്കം മാത്രമേ അറിയൂ. അവസാനം എന്താണെന്നും എവിടെയാണെന്നും എനിക്കറിയില്ല. ഒന്ന് മാത്രം ഉറപ്പായിരുന്നു: ഒരു നല്ല നാളേക്ക് വേണ്ടിയാണ് ഇതൊക്കെ സഹിക്കുന്നത് എന്ന്. ആത്മധൈര്യത്തിന്റെ എത്രയെത്ര അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഇതിനിടയിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പലതും മറന്നുപോയി. ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ച അമ്മയുടെ അന്ത്യകാലത്ത് ഞാൻ അടുത്തുണ്ടായില്ല. അമ്മയുടെ ഭൗതിക ശരീരം കാണാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ എത്തുമ്പോൾ കണ്ടത് അമ്മയുടെ ചിത മാത്രം. എൻ്റെ കൊച്ചുപെങ്ങൾ ലക്ഷ്മിക്കുട്ടിയുടെ മരണം ഞാൻ അറിയുന്നത് മാസങ്ങൾ കഴിഞ്ഞു. കുടുംബം ഉപേക്ഷിച്ച് പ്രാണൻ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചപ്പോഴും കുടുംബത്തിലെ ദുരന്തങ്ങൾ അന്യർ പറഞ്ഞറിയേണ്ടി വന്നപ്പോഴും നായനാർ പതറിയില്ല. എല്ലാം ഉള്ളിലൊതുക്കി അഗ്നിപർവ്വതമായി ആ മനുഷ്യൻ നടന്നു. കല്യാശ്ശേരി സാമൂഹ്യമാറ്റത്തിന്റെ വിത്തുപാകിയിൽ പ്രധാന പങ്ക് വഹിച്ചത് ശ്രീഹർഷൻ സ്മാരക വായനശാലയാണ്. EK നായനാർ എന്ന വിദ്യാർത്ഥിയെ ജനനായകനാക്കിയത് ശ്രീഹർഷൻ വായനശാലയുടെ അരങ്ങേറിയ എഴുത്തും വായനയും കൈയെഴുത്തു മാസികയുമാണ്. ഇതെല്ലാം നായനാരുടെ ജന്മവാസനയ്ക്ക് ആക്കം കൂട്ടി. 1937 ഓഗസ്റ്റ് 30 ബാലപംക്തിയിൽ നായനാരുടെ ഒരു കവിത അച്ചടിച്ചു വന്നു.
സങ്കര ശബ്ദങ്ങൾ ദൂരെ മുഴങ്ങുന്നു, സന്നദ്ധ സേനയായി മുന്നോട്ടെടുക്ക നാം. അന്തിയാവോളം പണിയുന്ന പാവങ്ങൾ എന്തിനെ പട്ടിണി കൊണ്ടു കഴിയും? എന്തിന് ജീവിതം പാടേയുഴലുന്നു? ജീവിതം സർവദാ രോധിച്ചിടാനല്ല, കേവലം കർത്തവ്യ കർമ്മത്തിനുള്ളതാം ഇന്ന് നാം കാണുന്ന മാളികയോരോന്ന് ഇന്ദ്രജാലം കൊണ്ട് പൊന്തിച്ചു ജന്മികൾ. മന്ദരാമാനുഷർ മേടയിൽ വാഴുന്നു, യാചനം ചെയ്യുന്ന പാവങ്ങൾ വീതിയിൽ. നിദ്രയൊക്കെ വിട്ട് വേഗമുണരുവിൻ, നവ്യജഗത്തിനെ സൃഷ്ടിക്ക സത്വരം. സങ്കര ശബ്ദങ്ങൾ ദൂരെ മുഴങ്ങുന്നു, സന്നദ്ധ സേനയായി മുന്നോട്ടെടുക്കുന്ന. പട്ടിണിപ്പാവങ്ങളെ ചൂഷണം ചെയ്ത് ജന്മിമാർ മൺമാളിക കെട്ടുന്ന ദുരവസ്ഥയ്ക്കെതിരെ കൗമാരപ്രായത്തിൽ തന്നെ നായനാരിലെ വിപ്ലവകാരി ശക്തമായി പ്രതികരിച്ചു. ഉറക്കം വെടിഞ്ഞ് പുതിയ ഒരു ലോകം സൃഷ്ടിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ആവേശകരമായ ഒരു കവിതയായിരുന്നു ആ പ്രസ്തുത കവിത. 1939 പാർട്ടി അംഗമായത് മുതൽ മരണം വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ തൻ്റെ ജീവിതം വിനിയോഗിച്ചു. കർഷക സമരങ്ങളുടെ ശിലാകേന്ദ്രമായ ചിറക്കൽ താലൂക്കിൻ്റെ ആദ്യത്തെ പാർട്ടി സെക്രട്ടറി സഖാവ് നായനാരായിരുന്നു. ആ ഘട്ടത്തിലാണ് ഒന്നാം പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കടുത്ത മത്സരം. എതിർ സ്ഥാനാർത്ഥി CK ഗോവിന്ദൻ നായർ. തെരഞ്ഞെടുപ്പിൽ CK ഗോവിന്ദൻ നായരെ ദയനീയമായി പരാജയപ്പെടുത്തി സഖാവ് AKG വിജയിച്ചു. 1952 സെപ്റ്റംബർ 7 പാടിക്കുന്നിൽ വെച്ച് ചിറക്കൽ താലൂക്ക് കർഷക സമ്മേളനം നടന്നു. നായനാരെ ആയിരുന്നു ചുക്കാൻ പിടിച്ചത്. പാടിക്കുന്ന് സമ്മേളനത്തിൽ 468 പ്രതിനിധികൾ പങ്കെടുത്തു. കൂടാതെ സമ്മേളനം വീക്ഷിക്കാൻ 500 കൃഷിക്കാർ വേറെയും ഉണ്ടായിരുന്നു. സമ്മേളനാനന്തരം നടന്ന പ്രകടനത്തിൽ 15,000-ൽ പരം ആളുകൾ പങ്കെടുത്തു. അതിൻ്റെ തുടർച്ചയായി അഖിലേന്ത്യാ കിസാൻ സഭാ സമ്മേളനവും കണ്ണൂർ വെച്ച് നടന്നു. KPR ഗോപാലൻ പ്രസിഡന്റും കേരളീയൻ സെക്രട്ടറിയുമായുള്ള സ്വാഗത സംഘമാണ് സമ്മേളനം നടത്തിയത്. ഈ സമ്മേളനം മലബാറിലെ കർഷക പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വലിയ പങ്കാണ് വഹിച്ചത്. 1951 നവംബർ 1 ഐക്യ കേരള രൂപീകരണത്തോടുകൂടി നായനാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി. ഇന്നത്തെ വയനാട്, മലപ്പുറം ജില്ലകളിൽ ഉൾപ്പെടുന്ന കോഴിക്കോട് ജില്ല. നായനാരുടെ താമസം പാർട്ടി ഓഫീസിൽ. 2 ബെഞ്ചുകൾ കൂട്ടിയിട്ട് പത്രം വിരിച്ചുറക്കം. പിന്നിട്ട വഴികളിൽ സഖാവ് നായനാർ ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടന്നുപോയ വഴികളെക്കുറിച്ച് ഇപ്പോഴും നല്ല സംതൃപ്തിയാണ്. കോഴിക്കോട് പാർട്ടി ഓഫീസിൽ ബെഞ്ചുകൾ കൂട്ടിയിട്ട് കിടന്നുറങ്ങിയപ്പോൾ കിട്ടിയിരുന്ന സുഖം മുഖ്യമന്ത്രിയായപ്പോഴും എനിക്ക് കിട്ടിയില്ല. മലയൻ പണിക്കരുടെ വീട്ടിൽ ഒഴിവു ദിനങ്ങളിൽ പകൽ വായിച്ചിരുന്നതിനേക്കാൾ സുഖം മുഖ്യമന്ത്രി പദത്തിലിരുന്ന് ഫയൽ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഒന്നും വലുതും ചെറുതുമായി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തുവെന്ന് അവകാശപ്പെടുന്നില്ല. പാർട്ടി നിർദ്ദേശിക്കുന്നത് ഞാൻ ചെയ്യുന്നു, അത്രമാത്രം. പാർട്ടി ജനങ്ങളുടേതാണ്. അവരോടൊപ്പം നിന്ന് അവരിൽ ഒരാളായി ഒരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതുമാത്രമായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. 1964 നടന്ന പാർട്ടി കോൺഗ്രസിൽ നിന്നും ഇറങ്ങി വന്ന 32 പേരിൽ ഒരാൾ സഖാവ് നായനാരായിരുന്നു. CPM-ന്റെ രൂപീകരണം മുതൽ കേന്ദ്ര കമ്മിറ്റിയിൽ അടിയന്തരാവസ്ഥയിൽ പൂർണ്ണമായും ഒളിവിൽ. ആ കാലത്താണ് നായനാരുടെ അനുവാദത്തോടുകൂടി ശാരദ ടീച്ചർ വീട് നിർമ്മാണം ആരംഭിച്ചത്. സർക്കാർ ഓണെടുത്താണ് നിർമ്മാണം നടത്തിയത്. നായനാർ ഒരു നിർദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ: നീ വീട് പണിതോ, എനിക്കതിനൊന്നും വരാനും നോക്കാനും സമയമില്ല എന്നറിയാമല്ലോ. പിന്നെ എനിക്ക് എഴുതാനും വായിക്കാനും പുസ്തകങ്ങൾ സൂക്ഷിക്കാനും ഒരു മുറി വേണം. വീട് നിർമ്മിച്ച് എന്ത് പേരിടണമെന്ന് ചോദിച്ചപ്പോൾ നായനാർ പറഞ്ഞു, ശാരദയെ, നീയല്ലേ ഈ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടതും പണി കഴിപ്പിച്ചത്, അതുകൊണ്ട് നിന്റെ പേര് മതി ശാരദാസ്. വീട്ടിന്റെ ഗൃഹപ്രവേശനവും അടിയന്തരാവസ്ഥയിൽ തന്നെ. ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം എത്തിയെങ്കിലും ഗൃഹനാഥൻ മാത്രം എത്തിയില്ല. സഖാവ് ആഗ്രഹിച്ച കല്യാശ്ശേരികളുടെ മടക്കയാത്രയോ ശാരദാസിലെ വിശ്രമ ജീവിതമോ നടന്നില്ല. 1974 കമ്മ്യൂണിസ്റ്റ് നേതാവും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കാവുമ്പായി സമരത്തിന്റെ മുഖ്യശില്പിയുമായ സഖാവ് A. കുഞ്ഞിക്കണ്ണൻ MLA-യുടെ നിര്യാണം മൂലം ഒഴിവന്ന ഇരിക്കൂർ തെരഞ്ഞെടുപ്പിലൂടെയാണ് സഖാവ് നായനാർ ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ ഒരു ബൂത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. ഒരു ദിവസം സഖാവ് നായനാരുടെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുവാനും സാധിച്ചു എന്നത് ഇന്നും അഭിമാനത്തോടുകൂടി ഓർമ്മിക്കുകയാണ്. ശാരദ ടീച്ചറുടെ തറവാടായ കുന്നത്ത് പുതിയ വീട്ടിലായിരുന്നു വിശ്രമം ഒരുക്കിയത് സഖാവിന്. കേരളത്തെ ബൂത്തിന്റെ ചാർജ് സംസ്ഥാന നേതാവ് CBC വാര്യർക്കായിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ ചാർജ് സഖാവ് IVC വരാമാണ്. പല ഭരണാധികാരികളും സ്ഥലബുദ്ധിക്കനുസരിച്ച് സ്വന്തം ജീവിത രീതികളിൽ പോലും സമൂലമായ മാറ്റം വരുത്തുന്നത് പതിവാണ്. എന്നാൽ സഖാവ് നായനാർ സ്വന്തം ജീവിതത്തിനനുസരിച്ച് തന്റെ ഔദ്യോഗിക പദവികളെ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത്. മുഖ്യമന്ത്രി നായനാരും മുഖ്യമന്ത്രി അല്ലാത്ത നായനാരും തമ്മിൽ സാധാരണക്കാർക്ക് ഒരു മാറ്റവും കാണാൻ കഴിയില്ല. സാധാരണക്കാരുടെ ജീവിതത്തിന് എന്ത് ഗുണം ചെയ്യാൻ തനിക്ക് കഴിയും എന്ന് മാത്രമാണ് എപ്പോഴും ചിന്തിച്ചിരുന്നത്. 1980 NGO യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഡൈസ് നോൺ വിരുദ്ധ റാലിയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി.
എൻ്റെ കുടുംബ സഹോദരിയായ ശാരദേച്ചി അന്ന് മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ വസതി കാണാൻ ഞാനും എൻ്റെ സുഹൃത്ത് VC ഗോവിന്ദനും കൂടി പോയി. ഉച്ചഭക്ഷണ സമയത്തായതുകൊണ്ട് ഉച്ചഭക്ഷണം കഴിച്ചു. നമ്മുടെ നാടൻ വെള്ളരിക്കപ്പുളും കറിയും പെരക്കും വറവും അത്ര തന്നെ. അതാണ് ജീവിത രീതി. സഖാവ് നായനാരുടെ കല്യാണത്തെക്കുറിച്ച് സഖാവ് നായനാരുടെ വാക്കുകളിൽ അമ്മയുടെ മരണശേഷം കല്യാശ്ശേരിയുമായുള്ള എൻ്റെ ബന്ധമാകുന്നു. KPR-ഉം പാർട്ടി സഖാക്കളും അത് മനസ്സിലാക്കി. അവർ KPR-ന്റെ സഹോദരി പുത്രി ശാരദയെ എൻ്റെ വധുവായി തെരഞ്ഞെടുത്തു. 1958 വിവാഹം. ഞാൻ KPR-ന്റെ നിർബന്ധത്തിൽ വഴങ്ങുകയായിരുന്നു. തികച്ചും അനാർഭാടമായ വിവാഹം. പാർട്ടി ഒരു നോട്ടീസ് ക്ഷണക്കത്തായി അടിച്ചു. ഞങ്ങൾ കെട്ടിപ്പടുത്ത ശ്രീകൃഷ്ണൻ വായനശാലയിലായിരുന്നു വിവാഹവിധി. വരനും വധുവും ഓരോ പൂമാലയിട്ടു. ചടങ്ങ് അവസാനിച്ചു. തുടർന്ന് രണ്ടുപേരും അന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ. തന്റെ 11 വർഷക്കാലത്തെ ഭരണകാലത്ത് ഏറ്റവും സന്തോഷിച്ചത് 1980 കർഷക തൊഴിലാളി പെൻഷൻ നടപ്പിലാക്കിയപ്പോഴാണെന്ന് നായനാർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യ പെൻഷൻ തിരുവനന്തപുരത്ത് 80 വയസ്സുള്ള ചക്കി എന്ന കർഷക തൊഴിലാളിക്ക് കൊടുക്കുമ്പോൾ സഖാവിന്റെ കണ്ണു നിറഞ്ഞു. പ്രസംഗിക്കാനാവാതെ ശബ്ദമിടറി. സഖാവ് KPR-ന്റെ മരണം സഖാവ് നായനാർ മുഖ്യമന്ത്രിയായ കാലത്തായിരുന്നു. അന്ന് കല്യാശ്ശേരി നടന്ന അനുശോചന യോഗം അണപൊട്ടിയൊഴുകുന്ന ദുഃഖത്തോടുകൂടി പ്രസംഗം ആരംഭിക്കാൻ തുടങ്ങി. KPR എന്ന് ഉച്ചരിക്കുമ്പോഴേക്കും നായനാർ പൊട്ടിക്കരഞ്ഞു. ഒരക്ഷരം പറയാതെ വേദിയിൽ കസേരയിലിരുന്നു. പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനും ഒരു മനുഷ്യനല്ലടോ, എനിക്കും ഒരു ഹൃദയമില്ലേ? AKG, അഴീക്കോടൻ, EMS, കേളുവാട്ടൻ എന്നിവരുടെ എല്ലാം ഭരണത്തിലും സഖാവ് ഇതുപോലെ തന്നെ ആയിരുന്നു. നായനാർ പറയും, എല്ലാവരും മരിക്കുമെന്നറിയാം, എന്നാലും വേർപാടിനോട് പൊരുത്തപ്പെടാൻ ആവുന്നില്ല എന്ന്. ദുഃഖങ്ങൾ മനസ്സിനെ കരയിപ്പിക്കും. അതുപോലെ തന്നെ ആയിരക്കണക്കിന് കേൾവിക്കാരെ പിടിച്ച് ഇരുത്തുവാനുള്ള നായനാരുടെ കഴിവ് നർമ്മത്തിന്റെ തലോടലിലൂടെയാണ് സാധിച്ചിരുന്നത്. ഒരിക്കൽ സഖാവ് നായനാർ ആശുപത്രി കിടക്കുമ്പോൾ കാണാനെത്തിയ ലീഡർ കരുണാകരൻ പറഞ്ഞു, നായനാരെ, നിങ്ങളിനി ഈ അംബാസഡർ കാറിലെ യാത്ര ഉപേക്ഷിക്കണം. ദീർഘയാത്രക്ക് കൂടുതൽ നല്ലത് ബെൻസ് കാറാണ്. ആരോഗ്യത്തിനും അതാണ് നല്ലത്. അങ്ങനെ പാർട്ടി നിർദ്ദേശപ്രകാരം ബെൻസ് കാർ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരവസരത്തിൽ ലീഡർ തന്നെ പ്രസംഗിച്ചു, EK നായനാർ ഇപ്പോൾ ബെൻസ് കാറിലാണ് യാത്ര ആയത്. ഇത് കേട്ടപ്പോൾ സഖാവ് നായനാർ പറഞ്ഞു, നീ കേട്ടോ ശാരദേ, ഇങ്ങനെയാണ് രാഷ്ട്രീയത്തിലെ കാര്യം. അതുപോലെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ പരിപാടിയാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്ന ഫോൺ പരിപാടി. സ്വന്തം ജീവിതം കൊണ്ട് മറ്റനേകം ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന അപൂർവമായ നിയോഗമാണ് നായനാർക്കുണ്ടായിരുന്നത്. പുസ്തകങ്ങളെ ഏറെ സ്നേഹിച്ചു. നിരവധി പുസ്തകങ്ങൾ എഴുതി. പുസ്തകങ്ങൾ വാങ്ങി വായിച്ചുകൊണ്ടേയിരുന്നു. എന്നും കവിത ഉച്ചത്തിൽ ചൊല്ലുമായിരുന്നു എന്ന് സെക്രട്ടറി വാര്യർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഠിക്കണം നാം ഓരോന്നും ബാല്യം തൊട്ട് നിരന്തരം, പഠിത്തം മതിയാക്കിയിടാം പ്രാണൻ മേനി വിടുന്ന നാൾ. അന്ന് സ്വന്തം ജീവിതത്തിൽ അക്ഷരാർത്ഥത്തെ നടപ്പിലാക്കിയ മഹാനാണ് സഖാവ് നായനാർ. നേരെ ചൊവ്വ എന്ന പുസ്തകത്തിൽ എന്നെ കരയിപ്പിച്ച മരണങ്ങൾ എന്ന ലേഖനത്തിൽ സഖാവ് നായനാർ എഴുതി, എനിക്ക് മരണത്തെ പേടിയില്ല, മരണത്തെക്കുറിച്ച് സങ്കല്പങ്ങളോ സ്വപ്നങ്ങളോ ഇല്ല, എന്റെ മരണം എങ്ങനെയായിരിക്കണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. വാസ്തവത്തിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നേരമില്ല എന്നതാണ് സത്യം. ഇതൊക്കെയാണെങ്കിലും പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിസ്സഹായനായിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആൾക്കൂട്ടത്തെ തന്നിലേക്ക് ആകർഷിച്ച നായനാർ മരണത്തിലും ആ പതിവ് തെറ്റിച്ചില്ല. ആശുപത്രിയിൽ നിന്ന് ബോധം മറയുന്നതുവരെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും പാർട്ടി വൻ വിജയം നേടുന്നതിനെക്കുറിച്ചും അസുഖം മാറിയാൽ കർമ്മരംഗത്ത് ഇറങ്ങുന്നതിനെക്കുറിച്ചും ചിന്തിച്ചും ദേശാഭിമാനിക്ക് വേണ്ടി തയ്യാറാക്കിയ അവസാനത്തെ പ്രസ്താവന വായിച്ച് ഒപ്പിടുകയും ചെയ്തിരുന്നു. സഖാവ് നായനാരുടെ അത്ഭുതപൂർവമായ ജനകീയത പൂർണ്ണമായും തെളിയിക്കപ്പെട്ടത് അദ്ദേഹത്തിന് ലഭിച്ച അന്ത്യയാത്രയാണ്. ഇതിനോട് സാദൃശ്യപ്പെടുത്താവുന്ന മറ്റൊന്നില്ല. കോരിച്ചെരിയുന്ന മഴയത്ത് വകവെക്കാതെയാണ് കേരളത്തിലുടനീളം നായനാർക്ക് ആദരാഞ്ജലികളർപ്പിക്കുവാൻ ജനങ്ങൾ ഒത്തുകൂടിയത്. പയ്യാമ്പലത്ത് ആ ഭൗതിക ശരീരം ദഹിപ്പിക്കുന്നതുവരെയും കേരളമെങ്ങും പെയ്ത മഴയേക്കാൾ തോരാത്ത കണ്ണുനീരായിരുന്നു എന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു. EK നായനാർ എന്ന വിപ്ലവജ്വാല അണഞ്ഞിട്ട് 21 വർഷം തികയുന്നു. എന്നാൽ അത് പടർത്തിയ വെളിച്ചം ജനഹൃദയങ്ങൾക്ക് ആകെ വഴികാട്ടുന്നു. ഇതിഹാസതുല്യനായ ആ വിപ്ലവകാരിയുടെ സഖാവ് നായനാരുടെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.